പാലസ്തീനിലെ വിശേഷിച്ച് ഗാസയിലെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും ഒടുവിൽ ഐക്യരാഷ്ട്രസഭയുടെ അധിനിവേശ പാലസ്തീന്റെ പ്രത്യേക ചുമതലയുള്ള ഫ്രാൻസിസ്ക അൽബനീസ് എന്ന മഹതി വനിതയാണ്. അവർ ഗാസയിലെയും പാലസ്തീനിലെയും ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് വളരെ സ്തോഭജനകമായ ഒരു റിപ്പോർട്ടാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിപ്പോൾ മാധ്യമങ്ങളിലൂടെ ലഭ്യമാണ്. ലക്ഷത്തിലധികം മനുഷ്യർ 2023 ഒക്ടോബർ 7 ശേഷം ഗസയിലും വെസ്റ്റ് ബാങ്കിലും പരിസരത്തുമായി തുടർച്ചയായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ഇന്ത്യയും അയൽരാജ്യമായ പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായി 3 ദിവസമാകുമ്പോഴേക്ക് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് ഇവിടെ വെടിനിർത്തൽ സ്ഥാപിച്ചു എന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. അതിന്റെ വസ്തുതകളൊക്കെ ഇപ്പോൾ പാർലമെന്റ് സെഷൻ കൂടുമ്പം വരുമായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല. അമേരിക്കയുടെ പിന്തുണയോടുകൂടിയാണ് ഇസ്രയേൽ ഗസയിൽ ഈ മഹാപാതകങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വെടിനിർത്തൽ സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കാര്യമായി ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, അതിനു മുമ്പ് വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നപ്പോഴെല്ലാം അമേരിക്ക അതിനെ വീറ്റോ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പാലസ്തീനിലെ ജനതയ്ക്കൊപ്പം ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നതിനിടയ്ക്ക് പുതിയ പുതിയ മരണങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അവിടെ കൊല ചെയ്യപ്പെടുന്നത് കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരുമാണ്. ഭക്ഷണപ്പൊതിയെല്ലാം വല്ലപ്പോഴും കൂടി ആഴ്ചയിൽ ഒരിക്കലെല്ലാം അവിടെ വിതരണം ചെയ്യാൻ വേണ്ടി എത്തുമ്പം ആ ഭക്ഷണപ്പൊതി വാങ്ങാൻ വരുന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വെടിവെച്ചു കൊല്ലുകയാണ്. ഇതുപോലെ നിഷ്ഠൂരമായ ഭീകരത ലോകത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. ഈ സാഹചര്യത്തിലാണ് നിങ്ങൾക്കറിയാം, ഇവിടെ ജന്തർ മന്ദറിൽ 5 ഇടതുപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന് പുറമെ ഈ കാലഘട്ടത്തിന്റെ സവിശേഷതകളും സാധ്യതകളും കൂടെ പരിഗണിച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ 9:30 വരെ എല്ലാവരും അവരുടെ ഫോണുകൾ ഓഫാക്കി വെക്കുക, പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചു വെക്കുക, ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും കമ്പ്യൂട്ടറുകളും ഈ സമയം നിശ്ചലമായിരിക്കുക. ഇത് വലിയൊരു പ്രസ്ഥാനമായി കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ ഈ മൈക്രോസോഫ്റ്റും അതുപോലെ തന്നെ ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ, അവരെല്ലാം മനസ്സിലാക്കും ലോകത്ത് ധാരാളം മനുഷ്യർ പാലസ്തീനിൽ നടക്കുന്ന ഈ മഹാപാതകങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്, പാലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ള സന്ദേശം വളരെ ശക്തമായി ലോകത്ത് വ്യാപിപ്പിക്കുവാൻ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലെ ഒരു സത്യാഗ്രഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പരിപാടിയിലൂടെ കഴിയും എന്നാണ് കരുതുന്നത്. ഒരുപാട് സന്നദ്ധ സംഘടനകൾ പരസ്പരം ആലോചിച്ചാരംഭിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണിത്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇതിനോട് പരസ്യമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമരപരിപാടിയിൽ, ഈ ഡിജിറ്റൽ സമരത്തിൽ പങ്കെടുക്കുന്നതിന് ആഹ്വാനം ചെയ്യാൻ CPIM-ന് കഴിഞ്ഞു എന്നുള്ളതിനകത്ത് CPIM-നൊരു ചാരിതാർത്ഥ്യമുണ്ട്. ഇടതു പാർട്ടികൾ സംയുക്തമായിട്ടാണല്ലോ കഴിഞ്ഞ 17-ാം തീയതി ഈ വിഷയത്തിൽ എല്ലാ പാർട്ടികളും ചേരുന്നുണ്ട്. പരസ്യമായിട്ടും CPM പ്രസ്താവന, പോളിറ്റ് ബ്യൂറോ ഒരു പ്രസ്താവന തന്നെ ഇറക്കി. ഓരോ പാർട്ടിയും അവരുടേതായ നിലയിൽ അവർക്ക് ബന്ധമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്കെല്ലാം ഈ സന്ദേശം നൽകുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.